ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഒരു ആപ്പിൾ വാൾനട്ട് പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2.5 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. രണ്ടര കപ്പ് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു ഹാഫ് ടീ കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചും ചേർത്ത് കൊടുക്കാം. ഇതൊരു 397 ഗ്രാമിൻ്റെ കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇതിൻ്റെ ഒരു ഹാഫ് ഭാഗം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കൊന്ന് മധുരം ഉണ്ടോയെന്ന് നോക്കാം, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ബാക്കി പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി. ഇതിപ്പോൾ അത്യാവശ്യം നല്ല മധുരമുണ്ട്. നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ മധുരം കുറച്ച് മുന്നിലേക്ക് നിൽക്കണം. കാരണം ഇത് പുഡിംഗ് ആയതുകൊണ്ട് തന്നെ തണുക്കുമ്പോൾ അല്പം മധുരം കുറഞ്ഞ് നിൽക്കും. അപ്പോൾ നമ്മൾ ഈ ടൈമിൽ കുറച്ച് മധുരം മുന്നിട്ട് നിൽക്കുന്നതാണ് നല്ലത്. എങ്കിലേ തണുത്ത് അത് സെറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ല കറക്റ്റായിട്ടുള്ള മധുരം കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ 5 ഗ്രാം ചൈനാഗ്രാസ് കുതിർത്ത് വെച്ചതാണിത്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടൊന്ന് അലിയിച്ചെടുക്കണം. ചെറുതീയിൽ നന്നായിട്ട് നമുക്കിതൊന്ന് ഈ ചൈനാഗ്രാസ് മെൽറ്റാവുന്നത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പം നമ്മുടെ ഈ പാലിലേക്ക് ചൈനാഗ്രാസ് നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പുഡിംഗ് ഏത് ട്രെയിലാണോ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത് അതിലേക്ക് ഈ മിശ്രിതം ഒന്ന് അരിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ പുഡിംഗ് ഒരു ട്രെയിലേക്ക് അരിച്ചൊഴിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു ആപ്പിൾ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കണം. ഞാൻ ആപ്പിൾ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ആപ്പിൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് അല്പം താഴ്ത്തി കൊടുക്കാനായി നമ്മുടെ ആപ്പിളിൻ്റെ കളറൊന്ന് മുകളിൽ ഇതുപോലെ കിടന്നാൽ ആപ്പിളിൻ്റെ കളറ് മാറിപ്പോവും. അപ്പോൾ ഈ പാലിലേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒരു പിടി വാൾനട്ട് ചെറുതായി മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് വിതറി കൊടുക്കാം.
ഇനി നമുക്കിത് നന്നായിട്ട് ചൂടാറാനായിട്ട് വെക്കാം. അപ്പോഴേക്കും ഈ പുഡിങ് സെറ്റായി വരും. അതിനുശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് ഒരു മണിക്കൂറോളം നമുക്ക് തണുപ്പിക്കാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ആപ്പിൾ വാൾനട്ട് പുഡിങ് റെഡിയാകും. നമുക്കിത് ചൂടാറാനായിട്ട് വെക്കാം. ഇപ്പം നമ്മുടെ പുഡിങ് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വരുന്നത് വരെ താങ്ക് യു.